മുൻ വർഷങ്ങളിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമുക്ക് പരിചയപ്പെട്ടാലോ? എടാ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2023 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 1 2 3 0 0 സെന്റിമീറ്റർ ഈസ്. അതായത് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇതിൽ കാണുന്ന ആദ്യത്തെ 3 ഡിജിറ്റ് മാത്രമാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. അവസാനം പറയുന്ന 0 എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമ്പർ സി. ഓക്കെ, അപ്പോൾ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. മക്കളെ, ഇത് ട്രൂ ആണ്. അതായത് സ്ട്രേറ്റ് ലൈൻ മോഷന്റെ അകത്താണ് എന്ത് വരുന്നത്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെന്താണ്, ട്രൂ ആണ്. അടുത്തത്, ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി ദ നെറ്റ് ഫോഴ്സ് ഈസ്. എന്താണ്, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് പവർ ഈസ്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml² t⁻² ആണ്. ടൈം എന്ന് പറഞ്ഞാൽ t ആണ്. ഈ t നേരെ മുകളിലേക്ക് പോകുമ്പോൾ ml² t⁻³ എന്ന് നമുക്ക് കിട്ടും. സോ ml² t⁻³ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, എ റോളിംഗ് ബോഡി ഹാസ്. എന്താണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? ഓൺലി ട്രാൻസ്ലേഷണൽ മോഷൻ, ഓൺലി റൊട്ടേഷണൽ മോഷൻ, ബോത്ത് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ, പ്രിസിഷണൽ മോഷൻ. മക്കളെ മനസ്സിലാക്കുക, ബോത്ത് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഒരു റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷൻ പ്ലസ് റൊട്ടേഷണൽ മോഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് ഈസ് 2s/r. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഡ്രോപ്പും അതുപോലെ ബബിളും പഠിക്കുന്നുണ്ട്. ഡ്രോപ്പിന്റെ കേസ് ആണ് 2s/r, ബബിളിന്റെ കേസിലേക്ക് 4s/r ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഡ്യൂറിംഗ് ദ ഫേസ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഡാഷ്. അതായത് ഒരു ബോഡിയുടെ ഫേസ് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേപ്പർ ആയിട്ടാണ് മാറുന്നത്. സോ ടെമ്പറേച്ചർ അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അടുത്തത് 2022 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് among the fundamental force is nuclear force. അടുത്തത്, ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദർ ഇൻ ദ മെഷർമെന്റ് 0.0020. മക്കളെ, ഈ 2 നമ്പേഴ്സ് മാത്രം, അതായത് 2ഉം 0യും മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. അടുത്തത്, a boy throws a stone vertically up and it falls back to the hand. The velocity time graph of the stone is. മക്കളെ, ഒരു കല്ല് മുകളിലേക്ക് ഇട്ടിട്ട് അത് താഴേക്ക് വരുന്ന സമയത്തുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ചോദിച്ചാൽ ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. സപ്പോസ് നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, സ്പീഡ് ടൈം ഗ്രാഫ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മക്കളെ അതിന്റെ ഗ്രാഫ് വരുന്നത് ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് വരുന്നത്. സോ മനസ്സിലാക്കി വെക്കണം. റെഡി. അടുത്തത്, an athlete project a javelin so that it get maximum horizontal range, then its horizontal velocity is greater than vertical velocity is greater than horizontal velocity and horizontal velocities are equal. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രൊജക്ടൈൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം 2 കോമ്പണന്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇത് u sin തീറ്റ, ഇത് u cos തീറ്റ. മക്കളെ, നമുക്കറിയാം ഈ u cos തീറ്റയുടെയും u sin തീറ്റയുടെയും വാല്യൂ മാക്സിമം, അതായത് നമുക്ക് വരുന്നത് എന്താണ്, ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി, അതായത് തീറ്റ 45 ഡിഗ്രി ആവുമ്പോഴാണല്ലോ മാക്സിമം റേഞ്ച് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ടാൻ തീറ്റ, ഈ u sin തീറ്റയും u cos തീറ്റയും ഒരേ വാല്യൂ എന്താവണം അവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം, 45 ഡിഗ്രി ആവുന്ന സമയത്ത്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും u sin തീറ്റ ഈക്വൽ ടു u cos തീറ്റ. ഇതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്, an object travel in the direction of its velocity, its acceleration, the net force acting on it, the change in momentum. The net force acting on it. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, the dimensional formula of force is. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml(t⁻²) ആണ്. സോ m⁻1 l⁻1 t⁻². യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 2019 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. which of the following is not a conservative force. ഇതിൽ ഏതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തത്? നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല.
A ballot dancer draws his arms closer to her body. Her angular velocity will, നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് പിടിച്ചിട്ടാണ് റോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കറങ്ങുന്ന സമയത്ത് ഇതുപോലെ കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മുടെ ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ്. ഓക്കെ. Is fuel is necessary for an artificial satellite to revolve around the earth? എർത്തിന് ചുറ്റും ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് കറങ്ങാൻ ഫ്യൂവലിന്റെ ആവശ്യമുണ്ടോ? നോ. Stay true or false? The viscosity of gases decrease with increase in temperature. ഇത് ഗ്യാസിന്റെ കേസ് ആണ് ചോദിക്കുന്നത്. ഒരു ലിക്വിഡിന്റെ കേസ് ആണെങ്കിൽ ഇതെന്താണ്, ഇത് ശരിയാണ്. പക്ഷേ ഗ്യാസിന്റെ കേസിൽ ഇത് ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആണ്. കാരണം ഡിക്രീസ് അല്ല, ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്തത് 2018 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. Write the number of significant figures. 0.0072, അതായത് 2 significant figures ആണ് വരുന്നത്. അടുത്തത് 1.6 into 10 raised to minus 19, ഇതിലും 2 significant figures ആണ് വരുന്നത്. Write the physical quantity having same unit and dimension as that of linear momentum. മക്കളെ, ഇത് impulse ആണ്. ഓക്കെ. അടുത്തത് if mod A plus B equal to mod A minus B, find the angle between A and B. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇത് 90 ഡിഗ്രി ആണ്. റെഡി. The rotational analog of mass in linear motion is moment of inertia. ഓക്കെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് വരുന്നത്. റെഡി ആണല്ലോ. അടുത്തത് 2017 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. The propulsion of a rocket, propagation of water waves or sound waves in air, etc. are explained in mechanics ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് the position of a car along the x-axis at different times are shown below. The car starts from 0, goes up to P and moves back to Q. What is the displacement? അതായത് ഒരു കാർ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ ഇവിടെ P വരെ പോയി, തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ 240 മീറ്റർ. അടുത്തത് for a block moving on a smooth horizontal table, the work done by the gravitational force is 0. State whether the statement is true or false. അതായത് ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്ക്, താഴേക്ക്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, ഇങ്ങോട്ട്. 90 ഡിഗ്രി അല്ലേ വരുന്നത് ഇവിടെ ആംഗിൾ, ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സിനും ഇടയിൽ. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് എന്തായിരിക്കും, വർക്ക് is equal to 0. നമ്മൾ 2017 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇനി 2 മാർക്ക് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, ബൈ.